വോളിയം ആൻഡ് പ്രഷർ. ഞാനിവിടെ 2 കണ്ടെയ്നേഴ്സ് വരച്ചിട്ടുണ്ട്, ഒരു വലുതും ഒരു ചെറുതും അല്ലേ. ഇതിൻ്റെ അകത്തൊരു 5 ml എടുത്തു വെച്ചെന്ന് വെച്ചു ഗ്യാസ്. ഇതിൻ്റെ അകത്ത് ഈ 5 ml തന്നെയാണ്. ഞാനിപ്പോൾ ഈ ഒരു വലിയ കണ്ടെയ്നറിൽ നിന്ന് ഈ ചെറിയ കണ്ടെയ്നറിലേക്ക് സെയിം എമൗണ്ട് ഗ്യാസ് മാറ്റുന്നു. മനസ്സിലായോ? 2 കണ്ടെയ്നേഴ്സിൽ ഇവിടെ 2 കണ്ടെയ്നർ ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ഗ്യാസ് മോളിക്യൂൾസ് ഇല്ല. 2 കണ്ടെയ്നർ എടുത്തു വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് വലിയ കണ്ടെയ്നർ. ഈ വലിയ കണ്ടെയ്നറിനെ ഗ്യാസ് മോളിക്യൂൾസിനെ അല്ലെങ്കിൽ ഗ്യാസിനെ ഞാൻ എന്ത് ചെയ്യുക? ചെറിയ കണ്ടെയ്നറിലേക്ക് മാറ്റുക. അതിൻ്റെ അകത്ത് വോളിയത്തിൽ ഞാൻ വേരിയേഷൻ വരുത്തുന്നില്ല, സെയിം തന്നെ. അപ്പോൾ ഇവിടുത്തെ മോളിക്യൂൾസിന് വ്യത്യാസം വരുമോ? മോളിക്യൂൾസിന് വ്യത്യാസം ഇല്ല. കാരണം എന്താണ്? സെയിം എമൗണ്ട് ആണ് നമ്മൾ ആ ചെറിയ കണ്ടെയ്നറിലേക്ക് മാറ്റിയത്. അവിടുത്തെ മോളിക്യൂൾസിന് എന്ത് പറ്റത്തില്ല? ചേഞ്ച് വരത്തില്ല. ടെമ്പറേച്ചറോ? സെയിം ടെമ്പറേച്ചറാണ് അല്ലേ. ഇനി നമുക്കൊരു കാര്യം നോക്കിയാലോ. ഈ പ്രഷറും വോളിയവും തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടോ എന്ന് നോക്കിയാലോ. പ്രഷറും വോളിയവും തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ട്. അതിനൊരു എക്സ്പെരിമെൻറ്റ് ഞാൻ പറയാം. നമ്മൾ സിറിഞ്ചിൻ്റെ തന്നെ എക്സ്പെരിമെൻ്റ് എടുക്കാം. സിറിഞ്ച് ഇതിൻ്റെ ഈ ഭാഗം ക്ലോസ് ചെയ്ത് വെച്ചേക്കും കേട്ടോ. ഇതിൻ്റെ അകത്ത് നമ്മുടെ ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്. ഞാനിവിടം വരെ ഗ്യാസ് മോളിക്യൂൾസിനെ വച്ചേക്കണു. ഇതിൻ്റെ പിസ്റ്റൺ. മനസ്സിലായല്ലോ? അപ്പോൾ വോളിയം ഇത്രയേ ഉള്ളൂ. ഇവിടെ ഇതിൻ്റെ പ്രഷർ. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ക്ലോസ് ചെയ്ത് വെച്ചേക്കുന്നു. ഞാൻ പയ്യെ ഇതിൻ്റെ പ്രഷർ കുറയ്ക്കുക. പ്രഷർ കുറയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പിസ്റ്റൺ പയ്യെ ഇങ്ങനെ പുറത്തേക്ക് വലിക്കുക. വലിച്ചു കഴിയുമ്പോൾ എന്താണ്? ഇതിൻ്റെ ഉള്ളിലെ പ്രഷർ കുറയൂലേ. അപ്പോൾ പ്രഷർ കുറഞ്ഞു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. സിറിഞ്ച് ഞാൻ പ്രഷർ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? വോളിയത്തിന് വീന്ന് എഴുതേക്കണ വോളിയം കേട്ടോ. വോളിയം പിസ്റ്റൻ്റെ കാര്യം നിങ്ങൾക്കറിയാലോ. സിറിഞ്ച് മൂവ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിച്ചു? പ്രഷർ കുറച്ച് കഴിഞ്ഞപ്പം വോളിയം എന്ത് ചെയ്തു? കൂടി. പ്രഷർ കുറച്ച് കഴിഞ്ഞപ്പോൾ വോളിയം കൂടി. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എന്ന് നമ്മൾ പറയും. ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയണതിന് നമ്മൾ എന്തെന്നാ പറയുന്നത്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. അപ്പം ഈ എക്സ്പെരിമെൻറ്റിലൂടെ നമ്മുടെ വോളിയവും പ്രഷറും ആയിട്ടുള്ള റിലേഷൻ കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റാണ് ആര്? നമ്മുടെ ബോയിൽ. സയൻറ്റിസ്റ്റിൻ്റെ പേരെന്താണ്? ബോയിൽ. അദ്ദേഹത്തിൻ്റെ ലോയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബോയിൽസ് ലോ എന്ന് പറയും. എന്തെന്ന് പറയും? ബോയിൽസ് ലോ. ബോയിൽസ് ലോ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? വോളിയവും പ്രഷറും തമ്മിലുള്ള റിലേഷനെയാണ് എന്തെന്ന് പറയുന്നത്? ബോയിൽസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ലോയെ പറയാം? അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിന് ഡിഫറൻസ് ഉണ്ടോ? ഇല്ല. ദ വോളിയം ഓഫ് എ മാസ് ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ. The volume of a given mass of a gas is inversely proportional to its pressure. Inversely proportional means എന്താണ്? ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയുന്നു. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എന്ന് വെച്ചാൽ എന്താണ്? ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയുന്നു. അതേസമയം ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് കൂടുമ്പോൾ അടുത്തതും കൂടും. ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് കൂടുമ്പോൾ അടുത്തതും കൂടും. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയും. അപ്പോൾ ബോയിൽസ് ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ? ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ്. ദ മാസ് ഓഫ് എ ഗിവൺ പ്രഷറിനെ എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്? പി. വോളിയത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ബി. വോളിയത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ബി. നമ്മൾ പ്രഷറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് പി. അപ്പോൾ നമുക്ക് ബോയിൽസ് ലോ എങ്ങനെ പറയാം? അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദ വോളിയം ഓഫ് എ ഗിവൺ മാസ് ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ. അതായത് പ്രഷർ കുറയുന്നതിനനുസരിച്ച് വോളിയം കൂടുന്നു. ആ ലോയെ പറയുന്ന പേരാണ് ബോയിൽസ് ലോ.
വോളിയം ഓഫ് എ P into VEA constant. ഓക്കെ, നമുക്കിത് ഇങ്ങനെ എഴുതാം. V is 1/P എന്ന് വേണമെങ്കിൽ എഴുതാം. ബോയിൽസ് ലോ മനസ്സിലായല്ലോ. At constant temperature, the given mass of a gas is inversely proportional to its pressure. That law is known as Boyle's law. ഇപ്പോൾ നമ്മൾ ബോയിൽസ് ലോ പഠിച്ചില്ലേ? നിങ്ങൾക്ക് സാധാരണ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ബോയിൽസ് ലോ അങ്ങനെ ഡയറക്റ്റ് ഡിഫൈൻ ബോയിൽസ് ലോ എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. കൂടുതലും ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്, ഒരു എക്സ്പെരിമെൻറ്റ് തന്നിട്ടും അത് ഏതുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ലൈഫിലൊരു ആക്ടിവിറ്റി തന്നിട്ട് അത് ഏത് ലോയുമായിട്ട് റിലേറ്റഡ് ആണെന്നാണ് ചോദിക്കുന്നത്. കൂടുതലും ചോദിച്ച് കണ്ടേക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ബോയിൽസ് ലോയുടെ കേസിൽ നമ്മുടെ അക്വേറിയത്തിൻ്റെ കേസിൽ ബബിൾസ് താഴത്തുനിന്ന് വരുമ്പോൾ എങ്ങനെയാണ്, ചെറിയ ചെറിയ ബബിൾസാണ് അല്ലേ? എന്നാൽ അത് മേളിലേക്ക് വരുന്തോറും എന്താ സംഭവിക്കുന്നത്, ആ ബബിൾസ് വലുതായിട്ട് ഇങ്ങനെ വന്ന് പൊട്ടിപ്പോകും അല്ലേ? അവിടെ എന്താ അത് റിലേഷൻ, എന്താ നമ്മുടെ ലോയുമായിട്ടുള്ള റിലേഷൻ എന്താണെന്ന് ചോദിക്കാം. വേറെ പല ലോസും ഉണ്ട്. അപ്പോൾ ചോദിക്കാം ഇത് ഏത് ലോയുമായിട്ടാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ മിക്കപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇത് തന്നെ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് 10th സ്റ്റാൻഡേർഡിൽ. എങ്ങനെയാണ് നമ്മുടെ അക്വേറിയത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വെള്ളം താഴത്തേക്ക് വീഴും, അതൊക്കെ പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അക്വേറിയത്തിൻ്റെ താഴത്തെ ഭാഗത്ത് എന്താണ് പ്രഷർ, എങ്ങനെയാണ് നമ്മുടെ വെള്ളത്തിൽ എപ്പോഴും എങ്ങനെയാണ് പ്രഷർ കൂടുതലാണ് അല്ലേ? പ്രഷർ കൂടിയ ഭാഗത്തു നിന്ന് എന്ത് ചെയ്യും, പ്രഷർ കുറഞ്ഞ ഭാഗത്തേക്ക് വരുമ്പോൾ വോളിയം കൂടും അല്ലേ? പ്രഷർ കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് വരുമ്പോൾ വോളിയം കൂടും. അപ്പോൾ പ്രഷർ കുറഞ്ഞ ഭാഗത്ത് കുഞ്ഞു ബബിളാണെങ്കിൽ പ്രഷർ കൂടിയ ഭാഗത്ത് എങ്ങനെയായിരിക്കും, കുഞ്ഞു ബബിള്. പ്രഷർ കുറഞ്ഞ ഭാഗത്ത് എങ്ങനെയായിരിക്കും, വലിയ ബബിള് അല്ലേ? അതാണ് ഈ ലോയുമായിട്ട് റിലേറ്റഡ്. അതായത് നമുക്ക് എങ്ങനെ പറയാം, ആ ബബിൾസ് ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോകാനുള്ള കാരണം എന്താണ്, ഏത് ലോയാണത്, ബോയിൽസ് ലോയാണ്. എങ്ങനെ ബോയിൽസ് ലോയെ നമുക്ക് എന്നിട്ട് അതിവിടെ ഡിഫൈൻ ചെയ്യാം? അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ദ മാസ് ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രഷർ. The volume of the at constant temperature, the volume of the given mass of the gas is inversely proportional to its pressure. അതായത് പ്രഷർ കുറയുന്നതിനനുസരിച്ച് വോളിയം കൂടുന്നു. എപ്പോഴും വെള്ളത്തിൻ്റെ കേസിൽ വെള്ളത്തിൻ്റെ മേളിലാണോ താഴെയാണോ പ്രഷർ കൂടുതൽ? അടിയൊഴുക്കെന്ന് കേട്ടിട്ടില്ലേ? കാരണം എന്താ, അടിഭാഗത്താണ് എപ്പോഴും വെള്ളത്തിന് എന്ത് ഫോഴ്സ് കൂടുതൽ. അതുകൊണ്ടാണ് നമ്മുടെ അക്വേറിയം അങ്ങനെയുള്ള കേസസിലൊക്കെ താഴെ ഭാഗത്ത് പ്രഷർ കൂടുതലായതുകൊണ്ട് ചെറിയ ചെറിയ ബബിൾസ് ആയിരിക്കും. മേളിലേക്ക് വരുന്തോറും പ്രഷർ കുറയുന്നതിനനുസരിച്ച് ബബിൾസ് എന്ത് ചെയ്ത് വരും, വലുതായി വരും.